എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. സോ ഗേറ്റ് 2026 പ്രിപ്പറേഷനായിട്ട് നമ്മൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ എന്തൊക്കെ ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് കൺസെപ്റ്റ്സ് ഉണ്ടെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ ഈ വീഡിയോയിലുള്ളത് മാത്രമല്ല കേട്ടോ ഇതിലുള്ള ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്സ്. ബാക്കി കൺസെപ്റ്റ്സ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പം വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഫോഴ്സ്. ഫോഴ്സ് ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി വിത്ത് magnitude, direction and point of application. Moment of a force. Moment ഇത് important ആണ്. Moment of a force F is equal to L. M is equal to force into displacement ആയിരിക്കും. And D എന്ന് പറയുന്നത് it's a perpendicular distance from a point or axis of line of action. So moment എന്ന് പറയുന്നത് force into perpendicular distance ആയിരിക്കും. Okay. Couple. Two equal and opposite force separated by a distance. So equal and opposite force separated by a distance ആണെങ്കിൽ അതിനെ നമ്മൾ കപ്പിൾ എന്ന് പറയും. ആൻഡ് അത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണെന്നില്ല, ഇറ്റ് മസ്റ്റ് ബി എ ഡിസ്റ്റൻസ്. ഓക്കെ, ഇക്വിലിബ്രിയം ഫോഴ്സസ് ഇത് അനദർ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ഉണ്ട്. മെയിനായിട്ട് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0, sigma fy equal to 0, sigma fz equal to 0, and moment mx is equal to 0, my equal to 0, and mz equal to 0. So ഇതാണ് മെയിൻ ആയിട്ട് ഇക്വിലിബ്രിയം ഇക്വേഷൻ. സോ നമ്മൾ ഈ ഒരു ഇക്വേഷൻ സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0, എഫ് വൈ ഈക്വൽ ടു 0 ആൻഡ് എം ഇസ് ഈക്വൽ ടു 0 യൂസ് ചെയ്യുന്നത് കോപ്ലിനാർ ആയിട്ടുള്ള സിസ്റ്റത്തിലാണ്. ഓക്കെ, കണ്ടീഷൻ ഓഫ് ഇക്വിലിബ്രിയം ഇൻ കോപ്ലനാർ ആണെങ്കിലാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. പിന്നെ അനദർ ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ഫ്രീ ബോഡി ഡയഗ്രാം. ഒരു ഫിഗർ കിട്ടിയാൽ നമ്മൾ അതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാൻ പഠിക്കണം. സോ അതിൻ്റെ പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യുന്നതായിരിക്കും. സോ മാക്സിമം ഫ്രീ ബോഡി ഡയഗ്രാം വരച്ച് പഠിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ കുറേ വീഡിയോസ് ഉണ്ടാകും. സോ ഗോ ആൻഡ് സെർച്ച് ദാറ്റ്. അടുത്തത് സെൻട്രോയിഡ് ആൻഡ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. സെൻട്രോയിഡ് കണ്ടുപിടിക്കാൻ നമ്മൾ എക്സ് ഇസ് ഈക്വൽ ടു എ ഐ എക്സ് ഐ ബൈ എ ഐ. വൈ ബാർ കണ്ടുപിടിക്കാൻ നമുക്ക് സിഗ്മ എ ഐ വൈ ബൈ എ ഐ ചെയ്താൽ മതി. ഓക്കെ, പാരലൽ ആക്സിസ് തിയറം ആണെങ്കിൽ ഐ ഇസ് ഈക്വൽ ടു ഐ സി ജി പ്ലസ് എ ഡി സ്ക്വയർ ആയിരിക്കും. ദിസ് റേഡിയസ്. പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആണെങ്കിൽ നമുക്ക് ജെ ഇസ് ഈക്വൽ ടു ഐ എക്സ് പ്ലസ് ഐ വൈ ചെയ്യാം. കൈനമാറ്റിക്സ് ഓഫ് പാർട്ടിക്കിൾസ്. റെക്ടിലീനിയർ മോഷൻ ആണെങ്കിൽ വി ഈക്വൽ ടു സ്പീഡ് ബൈ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു വെലോസിറ്റി ബൈ ടൈം ആണ്. കർവിലീനിയർ മോഷൻ ആണെങ്കിൽ നമുക്ക് എ ടി ഇസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി എന്നും എ എൻ ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ എന്നും പറയാം. പിന്നെ കൈനറ്റിക്സ് ഓഫ് പാർട്ടിക്കിൾസ്. ന്യൂട്ടൺ സെക്കൻഡിലുമാണ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു എം എ. വർക്ക് എനർജി പ്രിൻസിപ്പിൾ ആണ്. T1 മൈനസ് T2 ഇസ് ഈക്വൽ ടു ഡബ്ല്യു. അതായത് ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഇസ് ദി വർക്ക് ഡൺ എന്നാണ് പറയുന്നത്. പിന്നെ ഇമ്പൾസ് മൊമെൻറ്റം എഫ് ഈക്വൽ ടു എം വി ടു മൈനസ് വി വൺ ആയിരിക്കും. സോ അതിന് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത ഇൻ്റഗ്രൽ എഫ് ഡി ടി ഈക്വൽ ടു എം വി ടു മൈനസ് വി വൺ. ഓക്കെ, ഫ്രിക്ഷൻ. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആണ്. എഫ് ഇസ് ഈക്വൽ ടു മ്യൂ എൻ. സോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ്. ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണെങ്കിൽ ക്രിട്ടിക്കൽ ആംഗിൾ വരുന്നത് തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് മ്യൂ ആയിരിക്കും. റിജിഡ് ബോഡി ഡൈനാമിക്സ്. ട്രാൻസ്ലേഷൻ ആണെങ്കിൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു എം എ. റൊട്ടേഷൻ അബൌട്ട് ഫിക്സ്ഡ് ആക്സിസ് ആണെങ്കിൽ സം ഓഫ് എം ഇസ് ഈക്വൽ ടു ഐ ആൽഫ. കൈനറ്റിക് എനർജി ഓഫ് റിജിഡ് ബോഡി ആണെങ്കിൽ ഹാഫ് എം വി സ്ക്വയർ പ്ലസ് ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ആയിരിക്കും. And virtual work and stability. So principle of virtual work, if a system is in equilibrium, the total virtual work is 0. Stability of equilibrium ആണെങ്കിൽ സ്റ്റേബിൾ ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി മിനിമവും സ്റ്റേബിളിൽ പൊട്ടൻഷ്യൽ എനർജി മിനിമം, അൺസ്റ്റേബിൾ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം, ന്യൂട്രൽ പൊട്ടൻഷ്യൽ എനർജി കോൺസ്റ്റൻറ്റും ആയിരിക്കും. പിന്നെ അബൌട്ട് സ്ട്രെസ് ആണ്. അത് മെത്തേഡ് ഓഫ് ജോയിൻറ്റ്സും ഉണ്ട്, സെക്ഷനും ഉണ്ട്. സോ മെത്തേഡ് ഓഫ് ജോയിൻറ്റ്സ് ആണെങ്കിൽ നമുക്ക് എഫ് എക്സ് ഈക്വൽ ടു 0 എഫ് വൈ ഈക്വൽ ടു 0 പറയാം. മെത്തേഡ് ഓഫ് സെക്ഷൻ ആണെങ്കിൽ കട്ട്സ് ത്രൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 മെമ്പേഴ്സ്. പിന്നെ അപ്ലൈ ഇക്വിലിബ്രിയം ഇക്വേഷൻ ആയിരിക്കണം. പിന്നെ ബീംസ് ആൻഡ് സപ്പോർട്ട്.
സപ്പോർട്ട് റോളർ ആണെങ്കിൽ 1 റിയാക്ഷൻ, ഹിഞ്ച് ആണെങ്കിൽ 2 റിയാക്ഷൻസ്, ഫിക്സ്ഡ് ആണെങ്കിൽ 3 റിയാക്ഷൻ. അതിൽ 2 ഫോഴ്സും 1 മൊമെൻറ്റും ആയിരിക്കും. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ചാൽ നമുക്ക് ഈ FBD വരയ്ക്കാൻ സുഖമായിരിക്കും. ഓക്കെ, പിന്നെ ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട സാധനം ഇക്വിലിബ്രിയം ഇക്വേഷൻസും FBDയും, പിന്നെ ഫ്രിക്ഷൻ ആൻഡ് സ്ട്രെസ്സസ് നോക്കണം, സെൻട്രോയിഡ് ആൻഡ് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ, വർക്ക് എനർജി ആൻഡ് ഇമ്പൾസ് ആൻഡ് മൊമെൻറ്റം, കൈനറ്റിക്സ് ആൻഡ് കൈനമാറ്റിക്സ് ആൻഡ് കൈനറ്റിക്സ് ഓഫ് പാർട്ടിക്കിൾസ്. സോ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഈ ഒരു സെക്ഷനിൽ ഇമ്പോർട്ടൻറ്റ്. സോ ഇതിൻ്റെ PYQസും MCQസും NATസും MSQസും ഒക്കെ നമ്മൾ സോൾവ് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.